ചക്ക പൊരിച്ചത് റെഡിയായി കിട്ടൂല. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ച് കട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചക്ക സുന്ദരികളെ നമ്മൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് എൻ്റെ സീക്രട്ട് മിക്സ് എന്ന് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചിട്ട് എടുക്കണ്ടേ? ബാ. ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഗൈസ്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം ഇതൊരു ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക, കരിഞ്ഞു പോകും. അപ്പം മെല്ലെ മെല്ലെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉള്ള് വെന്ത് കിട്ടൂല. പെട്ടെന്ന് കരിഞ്ഞും ചെയ്യും, ഉള്ള് വെന്ത് കിട്ടാനും ചാൻസില്ല. അപ്പം എന്താക്കാം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചക്ക പൊരിച്ചത് അടിപൊളിയായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് എടുക്കാം. ഈ ഒരു ചൂടിന് കിച്ചണിൽ കയറിയിട്ട് ഫുഡാക്കുന്നത് ടാസ്ക് തന്നെയല്ല ഗൈസ്. തിന്നാൻ എല്ലാവർക്കും നല്ല രസമുണ്ടാവും. നമ്മുടെ അവസ്ഥ നോക്കി ഉണ്ടാക്കുന്ന നമ്മുടെ ചക്കപ്പൊരിയും ഇതാ നല്ല ചൂട് കട്ടനും. അപ്പൊ ഗൈസ് നമ്മുടെ ചക്കപ്പൊരിയും ചൂട് കട്ടനും റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല, കിടിലൻ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. എൻ്റെ സ്പെഷ്യൽ റെസിപ്പി അടിപൊളി ടേസ്റ്റ് കിട്ടാം.
ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് ഇവിടെ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഒരു 3-4 ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. വെറും 1100 അത്രേ എനിക്ക് ഈ 4 ഡ്രസ്സിനും പൈസ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഡ്രസ്സായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. മക്കൾക്ക് മദ്രസയിൽ പോകുമ്പോൾ ഒക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം, വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടാ. അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവൾക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാൻ ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ വാങ്ങിയതിൽ നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിന് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ടോപ്പ്, നല്ല പ്രിന്റ് വർക്കാണ് കേട്ടോ. നല്ല കളറും, നല്ല ഗ്രേപ്പ് കളറായിട്ട് വൈറ്റ് പ്രിന്റ് വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഹാൻഡിന് ഇതാ ഇതുപോലെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ബട്ടൺസൊക്കെ നല്ല അടിപൊളി ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അടിഭാഗത്തും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ചെറിയൊരു ലേസ് താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ലേസ് പോലെയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ക്ലോത്ത് പറയുകയാണെങ്കിൽ നല്ല ഇടാൻ നല്ല സുഖമില്ല ഒരു ക്ലോത്താണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് വരുന്നത്. ഇതിനൊരു ഷോള് കൊടുത്തിട്ടുണ്ട് അവർ, ചെറിയൊരു നെറ്റിൻ്റെ ഒരു ഷോള്. പിന്നെ പാൻറ്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഡ്രസ്സ്. അപ്പം അവളത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടായി, ഞാൻ കൊടുക്കാം. പിന്നെ ഇത് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. കോംബോ ആയിട്ട് 2 ഡ്രസ്സ്. ഇത് പല കളറിലും ഉണ്ട്, നല്ല അടിപൊളി കളറിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിയത്. ഒന്നിതാണ് കേട്ടോ. ഇത് പാൻറ് വരുന്നത്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഇവിടെ ഒരു എലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇടാൻ നല്ല സുഖമുള്ള ഒരു കനമില്ലാത്തൊരു തുണിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. ഇതും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ 4 ഡ്രസ്സിനും കൂടിയിട്ട് 1000-1100 ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെ റേറ്റ് പറയണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാമേ. എനിക്കങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല എത്രയാണ് ഓരോ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നതെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇപ്പം കാണിക്കുന്ന ഈ കോംബോ ഡ്രസ്സില്ലേ, അതിന് വരുന്നത് 346 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. അത് വരുന്നത് 346 രൂപയാണ്. ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഞാൻ കാണിച്ച ഫസ്റ്റ് ഡ്രസ്സില്ലേ, ഏതാ കാണിച്ച ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത്, ഒരു മിനിറ്റ്, 285 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് 285 രൂപയെ വരുന്നുള്ളൂ. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അതേ മോഡൽ തന്നെയാണ് കോംബോ ആയിട്ട് വരുന്ന ഈ ഒരു ഡ്രസ്സും. കളർ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്, സെയിം. പക്ഷെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇലാസ്റ്റിക് ഇല്ലാത്ത മോഡൽസും വരുന്നുണ്ട്. സാധാ ടോപ്പ് പോലെയുള്ള ഇലാസ്റ്റിക് ഇല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇലാസ്റ്റിക് വന്നതുകൊണ്ട് ഇടുമ്പോൾ നല്ലൊരു ഫിറ്റിങ്സിൽ നിൽക്കും. ഓക്കെ, മദ്രസയിലൊക്കെ പോകുമ്പോൾ മക്കൾക്ക് ഡെയിലി പർദ്ദ ഇടുന്നതിന് പകരം കൈയൊക്കെ കുറച്ച് വലുത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സാണ് അടുത്തത് കേട്ടോ.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഒരു ബനിയൻ ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുമ്പം പോകുന്നില്ല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ റിവ്യൂ തന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്ത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം വാഷ് ചെയ്തിട്ടും ഈ പ്രിൻറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇതൊരു ബനിയൻ ടൈപ്പ് ഡ്രസ്സാണ്. ഒരു ടീഷർട്ട് മോഡൽ ഫുൾ കൈ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഞാനിതിൻ്റെ ഷർട്ട് വരുന്നത്. പിന്നെ ഇത് പാൻറ്റിന് ഇതേപോലെ ഇതൊരു പിന്നെ എന്താ പറയണ്ടേ, പ്രിൻ്റ് വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ. കുറേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവുമായിരിക്കും ഈ പ്രിൻ്റ്, പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്തു, പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വെറും 161 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് 161 രൂപയ്ക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഷോപ്പിൽ പോയാൽ കിട്ടുമോ? ഇല്ല. ഈ ഒരു ഡ്രസ്സ് ഷോപ്പിൽ പോയാൽ നമുക്ക് 161 രൂപയ്ക്ക് കിട്ടും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഓക്കെ, 161 രൂപക്കൊന്നും ഷോപ്പിൽ പോയി ഒരിക്കലും ഈ ഡ്രസ്സൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഒന്നാമത് മക്കൾ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കളിക്കും, പെട്ടെന്ന് ഡ്രസ്സ് ചീത്തയാവും. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ബെറ്റർ മീഷോ നല്ല ഇങ്ങനെയുള്ള അടിപൊളി ഡ്രസ്സ് നോക്കിയിട്ട് മക്കൾക്ക് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ മീഷോന്ന് വാങ്ങിയത്. പിന്നെ ഈ ഒരു ഡ്രസ്സില്ലേ, ഈ ഒരു ഡ്രസ്സിൻ്റെ സെയിം ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണിച്ചു തരാം, വെയിറ്റ്. ഇതെൻ്റെ മൂക്ക് വാങ്ങിയതല്ലേ, അപ്പോൾ അതേപോലത്തെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സെയിം ഡ്രസ്സ്. അതേ ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇടാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ ആയി, ഞാൻ കുറേ യൂസ് ചെയ്തു. അപ്പം അതേപോലത്തെ കണ്ടപ്പോൾ മോളെയും കൂടി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത് കോംബോ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കിട്ടിയ കോംബോ ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഈ കൂടെ കിട്ടിയ കോംബോ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിന് റേറ്റ് വന്നത് രണ്ടിനും കൂടിയിട്ട് കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ റേറ്റ് വന്നത് 561 രൂപയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ 8 ഡ്രസ്സും ഈ ഒരു ഡ്രസ്സും കൂടിയിട്ട് രണ്ട് കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയത് 561 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആവശ്യമുള്ളവർ വാങ്ങിക്കോട്ടെ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്നാമത് മക്കളിങ്ങനെ ഡെയിലി ഇപ്പം കളിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ റേറ്റിന് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിയിട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കാം. അവർ പെട്ടെന്ന് ഡ്രസ്സ് ചീത്തയാക്കുന്നതല്ലേ കളിക്കുന്നതൊക്കെ കൊണ്ട്. അപ്പം ഞാനങ്ങനെ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ധൈര്യമായിട്ട് വാങ്ങുന്നത് വാങ്ങിക്കോട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റാണിപുരം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം അതിൽ വീഡിയോ കുറേ ലെങ്ത് ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കണ്ട വാട്ടർഫോളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വണ്ടി അവിടെ താഴെ പാർക്ക് ചെയ്തിട്ടും കുറച്ച് നടക്കാനുണ്ട് ഇവിടത്തേക്ക്. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും, പക്ഷെ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ഒരു വാട്ടർഫോൾ തന്നെയാണ് ഇത്. അപ്പം നമ്മൾ നടന്ന് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഫസ്റ്റിന് നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു റീഫ്രഷിങ് ഫീലാണ് കിട്ടുന്നത്. പിന്നെ ആ വെള്ളം വീഴുന്ന ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാവും കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിനൊപ്പം തന്നെ ഇതെന്തായാലും മിസ് ചെയ്യരുത്. ഇതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്.
നമ്മളിവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അവരെയും കൂട്ടി ഒരു വാട്ടർഫോൾ കാണാൻ പോകുന്നത്. ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇവിടെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ടോട്ടലി നമ്മളിവിടെ വന്ന വേർത്താണ്. എന്തായാലും മനസ്സൊന്ന് അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. മീനുണ്ട് കേട്ടോ. അതിനെ പിടിക്കാൻ നോക്കുന്നതാ. അതിനെ കിട്ടൂല. ഇത് പോന്ന് കിട്ടാ. ഞാൻ നോക്കട്ടെ നെല്ലുണ്ടോന്ന്. ഇത് എടുക്കുന്നു പാപ്പ. പാപ്പ അതിലേക്ക് പാപ്പ ഡേഞ്ചറാണ്. പാപ്പ മീൻ പിടിക്കാറിയാ. അപ്പൊ ചെറിയ മീൻ പിടിച്ച കയ്യിലിട്ട ഫസ്റ്റിൽ വെള്ളം എടുക്കട്ടെ നിറച്ചു. അല്ലെങ്കിൽ മീൻ ചത്ത് പോകും. ഇതെന്താ തണുപ്പല്ലേ വെള്ളം. എന്റെ കാര്യം നല്ല ഫിഷ് മസാജ് തന്നെ അനങ്ങാണ്ട് വെക്കണം. എന്നാ നല്ല പാകുണ്ടാവും. സാരം എഴുതുന്നുണ്ട് നോക്കണേ. എന്താ മണ്ണിനല്ലേ നല്ല എന്റെ കക്ക്. അല്ല നല്ല തിന്നുന്നുണ്ടോ? ഇടപ്രപ്പാടുക എത്രപ്പാട്
നഖം കാണാൻ സമയത്തില്ല. അന്റെ കാലിങ്ങനെ തുമ്മിയാ ചെയ്യണം. അന്റെ കാലിങ്ങനെ തുമ്മിയാ ചെയ്യണം. നഖം കാണുമ്പോ കണ്ടോ കുടി 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 അത് ഇർക്ക് അതൊന്നും കിട്ടില്ല. ഇതൊക്കെ കയ്യിലും കൊടുത്തോ പോണേ കുത്തിയിടും. അപ്പൊ മക്കൾ എത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് കളിച്ചതെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ റാണിപുരം ഗ്ലാസ് ബ്രിഡ്ജ്, അതിൻ്റെ താഴെ കാണുന്ന ഈ വാട്ടർഫോളൊക്കെ. അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ മാസങ്ങളായി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടാണ്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ 1 month ആയിട്ടാണ്. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചെറുവത്തൂരുള്ള വയൽക്കാട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഈ ഭംഗി കണ്ടപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈവനിങ് ടൈമാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ടൈം തന്നെയാണ് ഇവിടെ വരേണ്ടത്. മറ്റുള്ള ടൈമൊക്കെ നല്ല വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം ഇവിടുത്തെ ഈ ഒരു വ്യൂവും ഈ ഒരു വൈബൊക്കെ ശരിക്കും ഇവിടെ ഇരുന്നിട്ട് ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഇവിടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. നല്ല കിഡിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ അത്ര നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് എന്താ പറയുക റിലാക്സ് ആവും. അത്രയും നല്ലൊരു വൈബ് തരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. അടന്നല് സൈഡൊക്കെ ബാങ്ങോട്ട് കടക്ക് വണ്ടി ഓട്ടാ കേറല്ല അതിനെ വിട്ട്. ഹലോ, എവിടെ പോയി? ആടെ ഒരു ഓറഞ്ച് കളർ മീനുണ്ടോ? ഓറഞ്ച് ആണല്ല, ബ്ലാക്ക് ആണ്. ഇങ്ങോട്ടാണ്
ഒരു മിനിറ്റ്. ഓട്ടം വന്ന കാണാൻ പറഞ്ഞു ആ ഓട്ടം കറുപ്പടിച്ച് അത് എല്ലാ കുട്ടിനെ കിട്ടേണ്ടത്. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ മരം കാണുമ്പോൾ. ബാ ഒന്നാവൂല ബാ. എന്താന്ന് പൊട്ടൂല ബാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കേരളത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് കേട്ടോ. അപ്പം അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ അവിടെ പോയവരൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ അവിടത്തേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏകദേശം റാണിപുരത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടത്തേക്കുള്ള ആ ഒരു റോഡ് ജേണി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല നാച്ചുറായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മളിവിടേക്ക് എത്തിയിട്ടുള്ളത്. അത് തന്നെ ഒരു നല്ലൊരു സെപ്പറേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, റാണിപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള. പക്ഷേ സ്ഥലത്തേക്ക് എത്താൻ കുറച്ചും കൂടി പോകാനുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് എനിക്കിഷ്ടമായത് ഇവിടുത്തെ ഈ ഒരു ഗ്രീനറി തന്നെയാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പായിട്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ വ്യൂ ഒക്കെ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലുള്ള സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവാന്ന്. അഡ്വഞ്ചർ പാർക്കിലേക്ക്
ബസ് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എൻട്രി ഫീ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജുള്ള ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 3:30 ആ ടൈമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ ആ സമയം. ഇവിടെ നല്ല വെയിലായിരുന്നു. അപ്പം ഒരു 5 മണി 5:30 ആ ടൈമൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ വന്ന് തുടങ്ങാമെന്നാണ് ഇവിടുത്തെ ലേഡി പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 3:30 ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് പോയി. ഓടല്ല അപ്പം അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പം നല്ലൊരു പേടി ഉണ്ടാവും. എന്താ വെച്ചാൽ ഫുൾ ഗ്ലാസ് കൊണ്ടാണ് ഇത്, പൂർണ്ണമായിട്ടും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലുമാണ് ഇത് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടിയൊക്കെ തോന്നും. ഹൈറ്റ് ഫിയർ ഉള്ളവർക്ക് നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. പക്ഷേ എൻ്റെ ചെറിയ മോള് നന്നായിട്ട് പേടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നടേ അവിടെ പിടിച്ചിട്ടല്ല, പിടിക്കാതെ താഴെ നോക്കിട്ടിടന്നെ നോക്കട്ടെ. അമ്മ വരാം. പോ. ആ നീ പിടിക്കുന്നേ ഒന്നാവൂല. ബാ എന്താ ഒട്ടൂല. ബാ ഇല്ല. ബാ അങ്ങനെ നമ്മളതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഈ ഒരു പാറക്കെട്ടും കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവരോട് അവിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് താഴോട്ടേക്ക് നടക്കണം, എന്നാൽ അവിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടത്തേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അവളെ സൈൻ അങ്ങോട്ടേക്ക് നടക്കുന്നു നോക്കിയതാ. സൈൻ അങ്ങോട്ടേക്ക് കിടക്കുന്നു നോക്കിയാ. കുട്ടിയെ നേരെ
തല പൊട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് പട്ടിഷോക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടാ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെയിലൊക്കെ കുറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മനെ പേടിച്ചായി. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് കളിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു പടി പോലുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ കുറച്ചൊരു ഹൈറ്റ് ആയിട്ടുള്ളത് അത് തടഞ്ഞിട്ട് ഞാൻ വീഴാൻ പോയി. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പം എല്ലാവരും കളിയാക്കിയിട്ട് കുറേ ചിരിച്ചിട്ടാ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലെ കുറേ ടൈം എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ആ താഴെ നമ്മൾ കണ്ടിട്ടുള്ള പാറക്കെട്ടും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടില്ലേ, അവിടത്തേക്കാണ് പോകുന്നത്. കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ, കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ നല്ല ലെങ്ത്തായി പോവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാനൊരു ബോറടി ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ ടാറ്റാ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മനോഹരമായ സ്ഥലം ഇന്നത്തെ വ്ളോഗ് ഇതാണ് കേട്ടോ. നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് നല്ല പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ ഒരു നീണ്ട വ്ളോഗ് തന്നെയാണ്, എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കവ്വായിലാണ് കേട്ടോ. കവ്വായിൽ ഓളം എന്ന ഒരു കഞ്ഞി മാത്രമല്ല കേട്ടോ, ഇവിടെ പലതും ഉണ്ട്. അപ്പം നമ്മൾ കഞ്ഞി കുടിക്കാനാണ് ഇവിടെ വന്നത്. ഓളം എന്നാണ് ഇവിടുത്തെ ഈ ഒരു കഞ്ഞി കുടിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. പുഴക്കരക്ക് നല്ല അടിപൊളി വൈബ്, അടിപൊളി വ്യൂ ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഫസ്റ്റിനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് കഞ്ഞിക്ക് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കഞ്ഞി കിട്ടാനായിട്ട്. അപ്പം കഞ്ഞിക്ക് ഓർഡർ ചെയ്തിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം. അപ്പം നമ്മളിവിടെ എത്തിയേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ ഓളം എന്ന് എഴുതിയതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പം നമ്മൾ വരുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു 2 മണിയായിട്ടുണ്ടാവും ഇവിടെ എത്താനായിട്ട്. കണ്ടില്ലേ, അപ്പോൾ കഞ്ഞിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷൊക്കെ ഇവരുടെ ഈ ഒരു നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എത്തുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഇരിമീനൊക്കെ കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഇരിമീനൊക്കെ കഴിഞ്ഞു പോയി ഗൈസ്. അപ്പം ചെമ്പലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെമ്പലിക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് കൊളോനി, ഇത് ചെമ്പല്ലി, ചെമ്പല്ലി. നമ്മള് ഇത് നോക്കട്ടെ, എടുത്താൽ പോരും. നോക്കട്ടോ,
അപ്പം ഫിഷൊക്കെ റെഡി ആകുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇവിടുത്തെ ഈ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാം. അപ്പം നമ്മൾ മക്കളെയും കൂട്ടി ഇങ്ങനെ പുഴക്കരക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വ്യൂവും ഒരു വൈബൊക്കെ നിങ്ങൾ കണ്ടോക്കി കേട്ടോ. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ ഒരു പുഴക്കരക്ക് തന്നെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ കഞ്ഞി കുടിക്കാൻ വരുന്ന ഈ ഒരു സ്ഥലം നല്ല അടിപൊളി സ്പോട്ട്, അടിപൊളി സ്പോട്ട്. ഫോട്ടോ എടുക്കാനായാലും റീൽസ് എടുക്കാനായാലും കിട്ടില്ല സ്പോട്ടാണ് ഗൈസ്. അപ്പം നല്ല വൈബുള്ള സ്ഥലം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലമാണ്. ആ ഒരു പുഴക്കരത്ത് ഈ ഒരു കഞ്ഞി കുടിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് തന്നെ നല്ല മുളയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ സ്ഥലമൊക്കെ കണ്ടു വന്നിട്ട് നമ്മളിങ്ങനെ വീണ്ടും കഞ്ഞി കൊണ്ടുവരുന്നു കാത്തിരിക്കുകയാണ്. ഞാനിങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുകയാണല്ലേ, എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഞാൻ പിന്നെയാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഞ്ഞി എത്തിയിട്ടുണ്ട്. കഞ്ഞിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് മീൻ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പിൽ പൊരിച്ചതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഞണ്ട് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തന്നത് നല്ല നാരങ്ങ അച്ചാറ്, നല്ല തേങ്ങ ചമ്മന്തി, ബീട്രൂട്ട് വറുത്തത്, പിന്നെന്തോ ഒരു എന്താ പറയുക കടലൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം, പിന്നെ എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കലാശക്കൊട്ട് തുടങ്ങാൻ പോകുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോകുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുറിച്ച് ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആയിരുന്നു. പിന്നെ അതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു എന്താ പറയുക ഞണ്ട് ഫ്രൈ. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്ത ഞണ്ട് ഫ്രൈ ആയിരുന്നു. ഞണ്ടിൻ്റെ മസാല കിടിലായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ചെമ്മീൻ, കക്ക അതൊക്കെ ഉണ്ട് കേട്ടോ. കൂന്തൽ ഫ്രൈ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല, ഇത്രേ വാങ്ങിച്ചുള്ളൂ. അപ്പം ഇതന്നെ ധാരാളമാണല്ലേ. അങ്ങനെ നമ്മുടെ കലാശക്കൊട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ കഞ്ഞൂടി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വന്ന് കഞ്ഞി കുടിക്കാത്തവർ വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ പോയി കഞ്ഞി കുടിച്ചവരുണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.
അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് സേമിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മധുരാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സേമിയ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പം അങ്ങനെ അതിൻ്റെ ജോലിയാണ് ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഉണ്ടായി, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഒരു ചെറിയ മധുരം ഉണ്ടാക്കി സേമിയ വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കുന്ന ഉമ്മ ചെമ്മീൻ മസാല ആക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ചെമ്മീൻ വിട്ട് കളിയില്ല, ഉമ്മ ചെമ്മീൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഉമ്മ ഇന്ന് ചെമ്മീൻ അട ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഞാനിടയ്ക്ക് വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നൈറ്റേക്കുള്ള പകുതി ജോലി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് സ്നാക്സിൻ്റെ ഒക്കെ പണി തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങാപ്പാലെടുത്തിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് രാത്രി നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം കറി റെഡിയായി. അപ്പോൾ ഏകദേശം നൈറ്റേക്കുള്ള പണി കുറഞ്ഞിട്ട് അപ്പോൾ ഇനി സ്നാക്സിൻ്റെ പണിയൊക്കെ തുടങ്ങണം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് പക്കോടയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കുക, നല്ല പേസ്റ്റായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും അത് ഈ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് പിന്നെ കരിയാമ്പല ഇട്ട് കൊടുക്കുക കേട്ടോ. കരിയാമ്പല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ മസാല ഇട്ട അതേ സംഭവം തന്നെ കേട്ടോ, കുറച്ച് മുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് വേറൊരു പീസ് ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയില്ലേ കടലമാവിൻ്റെ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഉമ്മാൻ്റെ അടചുടൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെമ്മീനൊക്കെ കിട്ടിയാൽ ഉമ്മ ഇങ്ങനെ അട ഉണ്ടാക്കും. എണ്ണയിൽ ഉള്ള സ്നാക്സ് ഉമ്മക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ചെമ്മീൻ ഉണ്ടാക്കുന്ന ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെമ്മീൻ വാങ്ങി ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ റെഡിയാക്കും. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇട ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ ഉമ്മാൻ്റെ ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കടലമാവിൽ ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ പിന്നെ
ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടുണ്ട് കേട്ടോ. ഈ 2 എണ്ണം ഇട്ട് അങ്ങനെ ചെറിയ കടായായതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 എണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾക്ക് ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ അതിൽ ചിക്കന് ബീഫൊക്കെ ഇട്ടിട്ട്, പൊട്ടാറ്റോയിൽ ചിക്കന് ബീഫൊക്കെ ഇട്ടിട്ടും അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. പിന്നെ കാക്ക കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് മുറിക്ക്. അതൊക്കെ വെച്ച് ഇന്നത്തെ നോമ്പ് മുറി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടാ. പിന്നെ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയത് മുന്തിരി ജ്യൂസായിരുന്നു. മുന്തിരി വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് മുന്തിരി ജ്യൂസായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഡെയിലി ഉണ്ടാക്കുന്ന ലെമൺ വെച്ചിട്ടുള്ള കസ്കസൊക്കെ ഇട്ടിട്ട് ലെമൺ ജ്യൂസും അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി എന്ത് ജ്യൂസിൻ്റെ കൂടെയും അത് ഉണ്ടാക്കും, ലെമൺ ജ്യൂസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പൂരി സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ നോമ്പൂറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ചുമ്മാ കുട്ടികളെയും കൊണ്ട് നമ്മളിങ്ങനെ കായൽത്തീരത്ത് പോയി. ഇതിടയ്ക്കിടെ നമ്മൾ പോയിട്ട് ഇങ്ങനെ കുറച്ച് ടൈം ഇരിക്കും കുട്ടികളെയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ നൈറ്റൊക്കെയുള്ള ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റംസാൻ വ്ളോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ടാറ്റാ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ ഇങ്ങനെ കഴിയാറായി. അപ്പം എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും, പെരുന്നാളിൻ്റെ അല്ല. അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയി പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമ്മൾ നൈറ്റായിരുന്നു ഇറങ്ങിയത് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട്. കാരണം ഈ ചൂടിന് പകൽ ടൈം ഡ്രസ്സ് എടുക്കാൻ പോവുക, മക്കളൊക്കെ കൂട്ടി പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായി കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ നോക്കാനും സെലക്ട് ആക്കാനൊക്കെ പറ്റും. അല്ലാത്ത ടൈം ഭയങ്കര ക്ഷീണം പിടിച്ച് തലവേദനയൊക്കെ വന്ന് എന്തായാലും പറ്റൂല. എനിക്ക് പകൽ ടൈം ഈ വെയിലത്ത് ഒന്നാമത് ഈ ചൂട്ടിന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രാത്രിയായിരുന്നു നമ്മൾ ഇറങ്ങിയത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ബ്രദറിൻ്റെ വൈഫും മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികളെ കിഡ്സിൻ്റെ ഷോപ്പിലാണ് പോയത്. കാരണം മക്കൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമായി. അപ്പോൾ മക്കളെ സെലക്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ കിഡ്സിൻ്റെ ഈ ഒരു ഷോപ്പിൽ തൃക്കരിപ്പൂർ ഈ ഒരു ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ നേരെ. പക്ഷേ ഇവിടെ ബോയ്സിൻ്റെ നല്ല സെലക്ഷൻസ് ഉണ്ട് കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് ബ്രദറിൻ്റെ 2 മക്കൾക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടി. പിന്നെ ഗേൾസിൻ്റെ നോക്കുമ്പോൾ സനാൻ്റെ 7 വയസ്സിലുള്ള ആ ഒരു സൈസിലുള്ളതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ലിബക്കുട്ടിയുടെ അവൾക്ക് 5 വയസ്സല്ലേ. അപ്പോൾ അവളുടെ ഡ്രസ്സിൽ നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായ സെലക്ഷൻസൊന്നും കണ്ടില്ല. അപ്പോൾ ഇടയ്ക്കൊരു ഡ്രസ്സ് ഞാൻ കണ്ടു. അപ്പോൾ അത് ഒറ്റൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഇഷ്ടമായി. പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നിട്ട, സെലക്ട് ആക്കാനോ പിന്നെ ഒന്ന് നോക്കാനോ ഒന്നും നിന്നിട്ടാ. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്ത് മോക്ക് അങ്ങനെ അതെടുത്തു ഞാൻ.
പിന്നെ ബ്രദറിൻ്റെ 2 കുട്ടികൾക്കും നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ ഇവിടെ നിന്ന് സെലക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഒറ്റ പീസ് ഡ്രസ്സ് കണ്ടപ്പോൾ പെട്ടെന്ന് അത് തന്നെ തന്നെ അത് മതി എന്ന് പറഞ്ഞു. അവൾക്കും ഭയങ്കരമായിട്ട് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ഡ്രസ്സ്. അപ്പം അങ്ങനെ അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതെടുത്തു. ഇപ്പം ഇടയ്ക്കുന്ന് ടോയ്സൊക്കെ കണ്ടപ്പോൾ ഇവളിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ടോയ്സ് ഒന്നും വാങ്ങിക്കൊടുക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. കാരണം ഇവർ ഇന്നിത് വാങ്ങിയിട്ട് പോവും, ഒരു ദിവസം ഇത് വെച്ച് കളിക്കും, പിറ്റേന്നുണ്ടാവും അതിൻ്റെ തല വേറെ കാല് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കിഡ്സിൻ്റെ ഷോപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോപ്പിലേക്ക് വന്നു. അവിടെ നിന്ന് എൻ്റെ സനക്കുട്ടിക്കുള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ. അവൾക്കും അതേപോലത്തെ സീക്വൻസില്ല ഒരു മോഡലാണ് എടുത്തത്. ഇവിടെ നിന്ന് തിരിയാൻ സ്പേസ് ഇല്ല, കാരണം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഡ്രസ്സ് നല്ലത് സെലക്ട് ചെയ്യാൻ പോലും സ്ഥലവും ഇല്ല, അത്രയും ആൾക്കാരുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോപ്പിൻ്റെ അകത്ത്. അപ്പം അവൾക്കുള്ള ഡ്രസ്സ് പോയപാട് തന്നെ ആ ഒരു സീക്വൻസ് ഡ്രസ്സ് കണ്ടപ്പോൾ അത് പെട്ടെന്ന് ഇഷ്ടമായി, അത് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്കുള്ള ഷൂ ഒക്കെ നോക്കിയിട്ട് ആ ഷൂ ഒക്കെ എടുത്തു. പിന്നെ അപ്പോഴേക്കും തന്നെ ടൈം ഓവറായി, മക്കൾക്കുള്ള ചെരുപ്പും കൂടി വാങ്ങിക്കഴിയുമ്പോഴേക്ക് നല്ല ടൈമായി. അപ്പം നമ്മൾ എൻ്റെ ഡ്രസ്സും എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡ്രസ്സൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പകൽ ഞാനൊരു ദിവസം ഇറങ്ങി, മക്കളൊന്നും കൂട്ടാതെ ഇറങ്ങിയിട്ട് എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടാ. അപ്പം എനിക്കുള്ള ചെരുപ്പും ഡ്രസ്സൊക്കെ മക്കളൊന്നും കൂട്ടാതെ പെട്ടെന്ന് പോയിട്ട് പകൽ ടൈം പോയിട്ട് എടുത്തിട്ട് വന്നതായിരുന്നു. അപ്പം ആ ടൈം തന്നെ മക്കൾക്കുള്ള ഫാൻസിയും കൂടി ഞാൻ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സൺഡേ ഞാൻ ഒരു ബീച്ച് പോയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള, അത് ഞാൻ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പം ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞ്. അപ്പം നമ്മൾ വീണ്ടും അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എന്താ വട്ടാണോ എന്ന് വിചാരിക്കും, പക്ഷേ വട്ടായിട്ടല്ല, അവിടെ കഞ്ഞിയുണ്ട് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ 3 മണിക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. ഇവിടെ 2:45 ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അവിടേക്ക് ആ കഞ്ഞി ഒന്ന് കുടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇന്ന്. കുറച്ച് എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ്. ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ബൈ ബൈ. അപ്പം ഗായ്സ് ഇതാ മാം വണ്ടി എടുക്കുന്ന ഗായ്സ്. മാമ ഇങ്ങനെ വണ്ടി എടുക്കാനിരിക്കുന്നതാണ്. അവരൊക്കെ എത്തിയിട്ട് അവരെല്ലാം എത്തണോ അത്ര കേട്ടോ, എൻ്റെ കസിൻസുകളെല്ലാം എത്തണോ അത്രേ. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ആക്കി നിൽക്കുന്നു കേട്ടോ അവരെ. ഇതാ ഇവരെല്ലാം ഇതാ സുന്ദരി കുട്ടികളായിട്ടാ വന്നത്, ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ടാ വന്നത്. അവര് വരും. അപ്പൊ നമ്മളെ കഞ്ഞി കുടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഇതാന്നാ കാണുന്നതാണ് കേട്ടോ. അപ്പം ആരുമില്ല ബീച്ചിൽ. സമയം 3 മണിയല്ലേ ആയിട്ടുള്ളൂ, ഒരു 4:30 മണിയൊക്കെ ആവും ആൾക്കാർ വന്ന് തുടങ്ങാൻ. കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ റോഡ് സൈഡിലാണ് കേട്ടോ ആ കഞ്ഞി
ഓടിക്കുന്ന സ്ഥലം റോഡ് സൈഡിലാണ്. ഏതും അതാ അല്ല അതാ ആ കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുന്ന ബാക്കിയുള്ളവരെ. ഓക്കെ, അപ്പോൾ ഒരാളെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്നിട്ടുണ്ട്. അവള് പടന്നയിലാണോ? അങ്ങനെ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നതിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അവിടെ അവർ കഞ്ഞി വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല സമയം 3:30 മണിയായി. ഇവിടെയുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയ കുറച്ച് മീനുകൾ ഇങ്ങനെ മസാല വരക്ക് വെച്ചിട്ടുണ്ട്. പിന്നെന്ത് ചെറിയ കുഞ്ഞ് ഞണ്ട്, പിന്നെ കുറച്ച് ചെമ്മീൻ, അത്ര ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ വന്നത് കൂന്തൽ ഫ്രൈ അത് ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇവരുടെ സ്പെഷ്യലൊക്കെ തിന്നാനും കഞ്ഞി കുടിക്കാനാണ് വന്നിരുന്നത്. പക്ഷേ അതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. സമയം ഓവറായിപ്പോയി 3:30. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ ശരിക്കും ഇവിടെ തിരക്ക് എന്ന് പറയുന്നത്. ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവരെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇവരുടെ സ്പെഷ്യലൊക്കെ തീർന്നത് കൊണ്ട് നമ്മുടെ കഞ്ഞി കുടിക്കാനുള്ള ആ മൂഡ് പോയി. അങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വന്ന ആ മോഹം അവിടെ ആ കഞ്ഞി പുരയിൽ എവിടെ ഉപേക്ഷിച്ചു. അപ്പം എന്താ പറയുക, പവനായി ശവത്തിൻ്റെ ശവമായി നമ്മളങ്ങനെ മൂഡ് ഓഫായി. നമ്മളെല്ലാവരും കൂടി ആ മൂഡ് ഓഫ് മാറ്റാൻ തണുത്ത ഐസ്ക്രീമൊക്കെ വാങ്ങിയ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. വേറെ ഒരു വഴിയില്ലായിരുന്നു. കാരണം ഇനി നമ്മൾ അടുത്താഴ്ച നോക്കാമെന്ന് പറഞ്ഞ് 2 മണിക്ക് വന്ന് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മോഹം അവിടെ ഉപേക്ഷിച്ച് കഞ്ഞി കുടിക്കാൻ വന്ന നമ്മൾ ശശിയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് ഇങ്ങനെ നല്ല വെയിലുണ്ട്. അത്ര ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇക്കാക്കാൻ്റെ കട കുറച്ചുകൂടി സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ്. സെറ്റപ്പ് വെച്ചാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയതാണ്. പുതിയ ടേബിളും ചെയറൊക്കെ കൊണ്ടുവച്ച്. അപ്പോൾ എനിക്ക് ചെറിയ പണി തന്നിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ എടുത്തിട്ട് ഇതിൽ വെക്കാൻ. അപ്പോൾ ഞാനിതൊക്കെ ഇക്കാക്കൊക്കെ വെച്ച് കൊടുത്തു. നെയ്യപ്പുണ്ട്, പിന്നെ ബ്രെഡ് ഓംലേറ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അത് അപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ്. അപ്പോൾ അത് മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കടൽക്കരക്ക് പോയിട്ടിരുന്നു. മക്കൾ നല്ലോണം എൻജോയ് ചെയ്ത് കളിച്ചു. വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫുള്ള് ഡ്രസ്സൊക്കെ നനച്ചിട്ട് അവർ വെള്ളത്തിലൊക്കെ കുറേ കളിച്ചു കേട്ടോ. അപ്പം നമ്മൾ കസിൻസൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കാക്കാൻ്റെ കടയിലേക്ക് തന്നെ വന്നു കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ ടൈം വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ്. അപ്പം കുറേ നാളായി നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് കസിൻസൊക്കെ ഒന്നിച്ചു കൂടണം എന്ന് ഉള്ളത്. അപ്പം നമ്മൾ എല്ലാവരും അവരവരതായ ജീവിത തിരക്ക് കാരണം ആരും പരസ്പരം കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടോ നമ്മുടെ ബന്ധം ദൃഢമാക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പാക്കും. അപ്പം നമ്മളെപ്പോഴും എല്ലാവരും കൂടി എപ്പോഴെങ്കിലും മക്കൾക്കൊക്കെ ലീവില്ല ദിവസം എല്ലാവരും കൂടി ഒരുമിക്കാം. അത് ഭയങ്കര ഒരു സന്തോഷം, മനസ്സിന് തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ കുറേ ആയി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന, അങ്ങനെ ഇന്നാണ് നമുക്ക് ഒരു ടൈം ഒത്തു വന്നത്. പക്ഷെ എല്ലാവരും ഇല്ല കേട്ടോ. കുറച്ച് പേരൊക്കെ അവരുടേതായ ബിസിയിലായിപ്പോയി. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലെ നമ്മൾ കാണും. അങ്ങനെ നമ്മൾ കുറേ ടൈം ഇവിടെ ഇരുന്ന് കുറേ സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്രയോ കാലമായി ഈ കരയിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഇന്ന് വരെ നമ്മളിങ്ങനെ ഇരുന്ന് സൺസെറ്റിന് ഒന്നും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളാ ഇരിക്കുന്ന ടൈമായിരുന്നു സൺസെറ്റ് ഇങ്ങനെ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിരിക്കാൻ. സൂര്യൻ ഇങ്ങനെ കുറഞ്ഞു പോയി അവസാനം ഒരു പൊടി പോലും ബാക്കിയാതെ മൊത്തമായിട്ട് അങ്ങനെ പോകുന്നത്. അത് ശരിക്കും ഞാൻ സത്യം പറയാമല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് നോക്കുന്നത്. എപ്പോഴും ഇത് ഡെയിലി നടക്കുന്ന സംഭവമായിട്ട് പോലും നമ്മൾ ഒരിക്കൽ പോലും ഇത് കാണുന്നവരുടെ പോയിട്ട്
കടൽക്കരയിൽ ഇരുന്ന് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത് നോക്കി നിന്ന് സൂര്യൻ ഇങ്ങനെ താണ് പോകുന്നത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. അപ്പം അങ്ങനെ നമ്മളതൊക്കെ നോക്കി കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത്. നമ്മൾ ഉച്ചക്ക് 3 മണിക്കേ വന്നതല്ലേ, അപ്പോൾ കുറേ ടൈം ഇവിടെ സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും സത്യം പറഞ്ഞാൽ. ഒന്നാമത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ ടൈം പോയത് അറിഞ്ഞില്ല. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മനസ്സിനൊക്കെ, നല്ലൊരു സന്തോഷം തന്നൊരു ഡേ ആയിരുന്നു. പിന്നെന്താ പറയുക, അങ്ങനെ മക്കൾ നന്നായിട്ട് വെള്ളത്തിൽ കളിച്ചു, ഡ്രസ്സൊക്കെ നനഞ്ഞ് ഫുള്ള് നനഞ്ഞിട്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ടൈമായി കഴിഞ്ഞ ശേഷം ഒരു മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച്. പിന്നെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കടലിലുള്ള ഒരു ജീവിയാണ് കേട്ടോ. കാണാത്തവരുണ്ടാവും, അവർക്കേ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കടലിൽ ഉള്ളൊരു ജീവിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ജീവനൊന്നും ഇല്ലയെന്ന്, പക്ഷേ ഇതിന് ജീവനുണ്ട്. ഇത് കുട്ടികൾ കടലിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിന് കരയിൽ ജീവിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം ഇതിന് വെള്ളത്തിൽ തന്നെ കൊണ്ടിടണം. അപ്പം നമ്മൾ ഇതിനെയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് പോയി വെറുതെ എന്തിനാ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടു. അപ്പോൾ ആകാശത്തിൽ മാത്രമല്ല ഭൂമിയിലും സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഭൂമിയിലെ സ്റ്റാർ കേട്ടോ. അപ്പോൾ ഇതിനോടൊക്കെ കുറേ ടൈം നമ്മളിങ്ങനെ കളിച്ച് അങ്ങനെ ഇതിനെ അവസാനം വെള്ളത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടാ. ഇതിനെ കൊല്ലണ്ടെന്ന് കരുതിയിട്ട് വെള്ളത്തിലിടാൻ പോകുന്നതാ. നടക്കുക ഒരു ജീവൻ രക്ഷിക്കാനുള്ള. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.